ഫയർ, ബോൺ ഫയർ. ബോൺ ഫയർ ചിരട്ട കത്തിക്കില്ല. ചിരട്ട കത്തിച്ച് കിണറ്റിലിടും. അപ്പോൾ കിണറ്റിലെ വെള്ളം ശുദ്ധിയാകും എന്ന് പറഞ്ഞു. നോക്കാം. ചിരട്ടക്കരി നല്ലതാണെന്ന് പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ ശുദ്ധീകരിക്കുന്ന പരിപാടി പ്രോസസ്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ചിരട്ട കത്തി കരിയാവണം. ചിരട്ട കത്തി കരിയാവണം. നീ എന്താ നിങ്ങൾ അങ്ങനെ കിടക്കും. എന്നിട്ട് നിങ്ങളുടെ കിടക്കുക. ചിരട്ടകൾ എല്ലാം കത്തട്ടെ. ഇവിടെ ചിരട്ട കത്തി കഴിഞ്ഞു. ഈ ആക്ടിവേറ്റ് ചെയ്യണം. വെള്ളം വെച്ച് കിടത്താം. ഈ ചിരട്ടനെ ഡീആക്ടിവേറ്റ് ചെയ്യട്ടെ. ഇതാണ് ചിരട്ടക്കരി ഉണ്ടാക്കുന്ന പരിപാടി. ചിരട്ടക്കരി ഇനി ചിരട്ട കത്തി കഴിഞ്ഞ് ഇത് വെള്ളം വെച്ച് കിടത്തണം. ഇത് ചിരട്ടക്കരി ഇനി അത് പറക്കണം. ഇതിൽ ചിരട്ടയുണ്ട്. അത് കത്തി കഴിയുമ്പോൾ വെള്ളം വെച്ച് കിടത്താം. അതിൻ്റെ പരിപാടി. ഇതിനാണ് കിണറിലെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്രോസസ്സാണ്. എല്ലാവർക്കും പരീക്ഷ നോക്കാം. നാളെ വരെ ചിരട്ട ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തീയിട്ട് കത്തിച്ച് കനലാകുമ്പോൾ വെള്ളം ഒഴിക്കുക. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കിടത്തിയിട്ട് അടുത്ത ചിരട്ടേനെ ശേഷം ഈ കരി കിണറ്റിലേക്ക് ഇട്ടാൽ മതി. വെള്ളമൊക്കെ റെഡിയാകും. കുറച്ച് കറ്റ ഇങ്ങനെ കിടത്തുക. ഇവിടെ കിടത്തുക. ഇവിടെ ഉണ്ട് ചിരട്ടക്കരി ഒക്കെ കിടത്തും. ഇത്രയുള്ള പ്രോസസ്സ്. ഇത് കഴിഞ്ഞ് കിണറുണ്ട് അവിടെ. ആ കിണറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുക. ഇതാണ് ചിരട്ടക്കരി ഉണ്ടാക്കാനുള്ള മാർഗം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.